ഹായ് അസ്സലാമു അലൈക്കും പ്രിയമുള്ളവർക്കെല്ലാവർക്കും എൻ്റെ തസ്ലീസ് ഡ്രീം എന്ന ചാനലിലേക്കും ഇന്നത്തെ വീഡിയോയിലേക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അച്ചു പോവുകയാണ്. അച്ചു ഉപ്പാൻ്റെ വീട്ടിൽ എൻജോയ് ചെയ്യാൻ വന്നിട്ട് 2 ദിവസമായി. നാളെ അവന് മദ്രസ തുറക്കുവാണ്. അപ്പോൾ ഇന്ന് അവനെ കൊണ്ടുവിടാൻ പോവുകയാണ്. അപ്പോൾ അച്ചുവിൻ്റെ ഫേവറേറ്റായ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കണ്ടു നോക്കാം. വരൂ. അച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ദോശ, നീർദോശ, പിന്നെ തക്കാളിക്കറി. അങ്ങനെ അച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അച്ചുവിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല തേൻ വരിക്ക ചക്ക, ഒരു രക്ഷയുമില്ല, അടിപൊളി മധുരമാണ്. അപ്പോൾ അച്ചുവിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുക്കട്ടെ. അങ്ങനെ അച്ചിപ്പിൻ്റെ ഫേവറേറ്റായ ചിക്കു ഷേക്ക്, അപ്പം അതും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവന്. അപ്പോൾ ഞാനിവിടെ 3 ചിക്കു എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് കട്ടപ്പാൽ, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചു പറഞ്ഞു എനിക്ക് ഐസ്ക്രീം ചേർക്കണം ചിക്കു ഷേക്കിൽ, അപ്പം ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചിക്കു ഷേക്ക് അരിച്ചെടുക്കാം. അങ്ങനെ അച്ചുവിന് ഇഷ്ടപ്പെട്ട ചിക്കു ഷേക്ക് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ അച്ചുവിന് ഒരു ഗ്ലാസ് കൊണ്ടു കൊടുക്കാം. അച്ചു, സ്ട്രോ ഇല്ലാലോ. സൂപ്പറാ, അടിപൊളിയാ അല്ലേ, എൻ്റെ ഫേവറേറ്റ് അല്ലേ. അങ്ങനെ അച്ചുവിനെ കൊണ്ടുവിടാൻ പോകുന്ന വഴി നമുക്ക് പെരുവളത്ത് പറമ്പ് വാട്ടർ അതോറിറ്റിയിൽ പോവാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ ബില്ലടക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല കാഴ്ചകൾ, നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രം കണ്ടാൽ പോരല്ലോ, കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇതുപോലത്തെ ഒരു കാഴ്ച എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത്രയും അടുത്ത് ഇത്രയും നല്ല കാഴ്ചകളുണ്ടെന്ന് ഇതുവരെ അറിഞ്ഞില്ല. ഇന്നാണ് പിന്നെ വാട്ടറിൻ്റെ ബില്ലടക്കാൻ പോയപ്പോൾ കണ്ടത്. അതല്ലേ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങണം, എന്നാലല്ലേ എല്ലാം കാണുള്ളൂ, എല്ലാ കാഴ്ചകളും ഒക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇതേ എല്ലാം ഷെയർ ചെയ്യുവാണ്. അപ്പോൾ അച്ചുവിനെ കൊണ്ടുവിടുന്നത് കുറ്റ്യാട്ടൂരാണ്, ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്. ഇപ്പോൾ അവർ തറവാട്ടിലാണ് നിൽക്കുന്നത്. വീട് പണി എടുക്കുന്നതേ ഉള്ളൂ, പൂർത്തിയായിട്ടൊന്നുമില്ല. അപ്പം ആ വീട് പണിയും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു കൂട്ടുകാർക്ക്. കഴിഞ്ഞ ദിവസം പോയപ്പോൾ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല വീടിൻ്റെ. അപ്പോൾ ഇന്ന് എന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇൻഷാ അല്ലാ. കണ്ടോ, അങ്ങോട്ട് നോക്കി എവിടെയോ പോയ പോലെ തോന്നുന്നു, അത്രക്കും നല്ല അടിപൊളിയായ സ്ഥലങ്ങൾ കണ്ടോ, സുന്ദരമായ കാഴ്ചകൾ. ഇതൊക്കെയല്ലേ നമ്മളെ ഒരു സന്തോഷം. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമ്പം അവർക്കും സന്തോഷമാണ്, സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ചില കൂട്ടുകാർക്ക്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടതേ, അങ്ങനെ കുറ്റ്യാട്ടൂരേക്ക് പോവുകയാണ് പെരുവളത്തറമ്പെന്ന്. അപ്പോൾ ഒരു ചേച്ചി നമ്മുടെ വീഡിയോയിൽ കിട്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ ബാറ്റ്സ്മാനും നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു ഭാഗം പെട്ടിട്ടുണ്ട്, കണ്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ സൈഡാക്കി. ഇന്ന് സജീവേട്ടനല്ല, സജീവേട്ടന് എവിടെയോ വേറെ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സജീവേട്ടന് അറിയുന്ന ഒരു ഓട്ടോയാണ് അയച്ചത്. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ കയറി അവർക്ക് കുറച്ച് എന്താ പറയുക, മക്കൾക്ക് കുറച്ച് ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. മോൾക്ക് ഐസ്ക്രീം ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഇഷ്ടം, അച്ചുവിനും അതുതന്നെയാണ് ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി. അപ്പോൾ അച്ചുവിന് ഒരു ബിസ്ക്കറ്റ് ഒരുപാട് ഇഷ്ടമാണ്, അതായത് ക്രീം ബിസ്ക്കറ്റ്. അപ്പോൾ ഇതാണോ എന്ന് എന്നോട് ചോദിക്കുകയാണ് ഉമ്മ. അച്ചു വന്നിട്ടില്ല, അച്ചുവിന് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പം അവൻ
പറയുന്നത് എനിക്ക് ജുമാക്ക് പോകണം, ജുമാ ആകുമ്പോഴേക്കും വീട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ടോ. എനിക്ക് ഭയങ്കര ഒരു ദിവസം ഒരാഴ്ച പോലും അവന് ജുമാ ഒന്നും വിടൂല. അങ്ങനെ ഇതേ നമ്മളങ്ങനെ അച്ഛനെ കൊണ്ടുവിടാൻ പോവുകയാണ് കുറ്റ്യാട്ടൂർ. നമ്മുടെ കാൽബ്രോ ബിജു ഋത്തിക്കിൻ്റെ നാടാണ് അവിടെ, കുറ്റ്യാട്ടൂർ ചട്ടുകപ്പാറ. അതെ അങ്ങനെ എത്തി. അങ്ങനെ ദേ നമ്മുടെ എൻ്റെ ബ്രദറിൻ്റെ വീടാണിത്. വീട് പണി നടന്നുകൊണ്ടേയിരിക്കുന്നു, കണ്ടോ. ഇനിയും ഒരുപാട് പണികളൊക്കെ ഉണ്ട്. നിലത്തെ പണിയുണ്ട്, പ്ലംബിങ്ങിൻ്റെ പണിയുണ്ട്, വയറിങ്ങിൻ്റെ പണിയുണ്ട്, ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ എത്രയും പെട്ടെന്ന് ആവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ അതെ അങ്ങനെ പുറം ഒക്കെ കണ്ടു. അകത്താണ് 3 ബെഡ്റൂം, ഒരു കിച്ചണ്, പിന്നെ ബർക്കേരി ഇല്ല, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബർക്കേരി പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ 2 ബെഡ്റൂമിൽ ബാത്റൂം ഇല്ല. ഇത് ഡൈനിങ് ഹാളാണ്. പിന്നെ ഇതേ കിച്ചന്. ഇൻഷാ അല്ലാ വീടിൻ്റെ പണികളൊക്കെ ഒരുങ്ങി വീട് കുടിയിരിക്കലൊക്കെ ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും ഇൻഷാ അല്ലാ. അതെ ഉമ്മ എല്ലാം നോക്കി കാണുവാണ്. മാഷാ അല്ലാ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പണിക്കാരുണ്ട്. അപ്പം എന്താ പറയുക, നമ്മുടെ ഇഷ്ടം പോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവരും ഇങ്ങനെ വീഡിയോയിൽ പെടുന്നുണ്ട്. അപ്പം അവർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ ചോദിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അവർ പ്രശ്നമില്ല എന്ന് പറഞ്ഞു പണിക്കാർ. അങ്ങനെ ഇതേ ഇത് അടുക്കള വശമാണ്, കണ്ടോ. ഇതെല്ലാം അടുക്കളയിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ വീടൊക്കെ കണ്ടു. അങ്ങനെ കുട്ടികളോട് കുറച്ച് നേരം കുശലം പറഞ്ഞു. ഐദിനോടും പിന്നെ അതെ അച്ചുവിനോടും എന്തൊക്കെ പറയുന്നുണ്ട്. 2 ദിവസമായില്ലേ കാണാതെ, ആപ്പിലും ഉണ്ട്. അങ്ങനെ അച്ചുവിൻ്റെ പ്രാവ്, അച്ചുവിന് എന്നെപ്പോലെ തന്നെ പ്രാവ് പക്ഷി എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ ലവ് ബേർഡ്സ് എല്ലാം ഉണ്ടായിരുന്നു, അതിനൊക്കെ വിറ്റു. ഇപ്പോൾ അതെ ആഫ്രിക്കൻ ലവ് ബേർഡ് ഉണ്ട്, മുട്ടയിട്ടിട്ടുണ്ട്, കുഞ്ഞ് വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഫ്രഷ് ലൈം കുടിച്ചു. അപ്പം ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ വൈഫിൻ്റെ ഉമ്മ. അടിപൊളി ടേസ്റ്റാണ് അവരുടെ ബിരിയാണിയും ഫുഡും ഒക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.